ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. 4-ാമത്തെ ശ്ലോകം. അവസരേ ഖലു തത്ര ച കാചന വ്രജപതേ മധുരാകൃതിരംഗന തരള ഷഡ്പദലാളിത കുന്തള കപടപോതകതേ നികടം ഗതാ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വസുദേവരുടെ നിർദ്ദേശപ്രകാരം നന്ദഗോപർ എളുപ്പം വസുദേവരുടെ സമീപത്തു നിന്ന് തിരികെ പോന്നു, അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആ നന്ദഗോപർ എളുപ്പം അവിടെ നിന്ന് പുറപ്പെട്ടത് വസുദേവർ കണ്ട ചില ദുർനിമിത്തങ്ങളുടെ ഒരു മുന്നോടിയായി നൽകിയ ഒരു സന്ദേശം, ഒരു വാർണിംഗ്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ അതേസമയം ഇപ്പോൾ നന്ദഗോപർ വസുദേവരുടെ ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ടു. ഈ സമയത്ത് ഗോകുലത്തിൽ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ, എന്തായിരുന്നു അവിടെ നടന്നിരുന്നത് എന്നാണ് ഈ ഒരു ശ്ലോകം മുതൽക്ക് നമ്മൾ ഇനിയും കാണുവാൻ പോകുന്നത്. അവസരേ എന്ന് പറഞ്ഞാൽ അവസരത്തിൽ, അതായത് ഈ ഒരു സമയത്ത്, ഖലു തത്ര ച കാചന, അവസരേ ഖലു, ഈ അവസരത്തിലാകട്ടെ, തത്ര ആ ച കാചന, കാചന എന്ന് പറഞ്ഞാൽ ഒരു യുവതി, ഒരു സ്ത്രീ. അവർ അധികം പ്രായം ചെന്നതല്ല, ഒരു യൗവനാവസ്ഥയിലുള്ള ഒരു യുവതി ആണ്. വ്രജപതേ, ആ ഗോകുലത്തിൽ, വ്രജത്തിൽ, മധുരാകൃതിരംഗന, മധുരാകൃതി അങ്കന, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മധുരാകൃതിരംഗന. മധുരാകൃതി എന്ന് പറഞ്ഞാൽ മധുരമായ ആകൃതിയോട് കൂടിയ എന്ന് പറഞ്ഞാൽ മനോഹരമായ, ആരെയും വശീകരിക്കുന്നതായിട്ടുള്ള, ആരെയും ആകർഷിക്കുന്നതായിട്ടുള്ള അംഗോപാകങ്ങളോട് കൂടിയ. അങ്കന എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ, ഒരു സുന്ദരിയായ യുവതിയായ സ്ത്രീ. തരള ഷഡ്പദലാളിത കുന്തള, തരള എന്ന് തരളമായിട്ടുള്ള, അതായത് ഇളകിയാടിക്കൊണ്ടിരിക്കുന്നതായോ ആയിട്ടുള്ള ഷഡ്പദലാളിത. ഷഡ്പദം എന്ന് പറഞ്ഞാൽ വണ്ടുകൾ, വണ്ടുകൾ, ലാളിത, വണ്ടുകൾ വന്ന് ഓമനിക്കുന്നതായിട്ടുള്ള, കുന്തള, തലമുടിയോട് കൂടിയവളുമായ എന്ന് പറഞ്ഞാൽ തലയിൽ നിറയെ സുഗന്ധ പുഷ്പങ്ങൾ ചാർത്തിയിട്ടുണ്ട്. മനോഹരമായ അംഗങ്ങളോട് കൂടിയ യൗവനയുക്തയായ അതിസുന്ദരിയായ ഒരു യുവതി. തലയിൽ നിറയെ മുടി ചൂടിയിരിക്കുന്നു, തലയിൽ നിറയെ പൂക്കൾ ചൂടിയിരിക്കുന്നു. ആ വാർമുടിക്കെട്ടിനെ അലങ്കരിക്കുന്ന ആ കറുത്ത കാർക്കൂന്തൽ കെട്ടിന്, അതിന് അലങ്കാരമേകുവാനായി ചൂടിയിരിക്കുന്ന ആ സുഗന്ധ പുഷ്പങ്ങളുടെ ഇടയിൽ തേനുണ്ടു പാറിപ്പറന്ന് നടക്കുന്ന വണ്ടുകൾ. അങ്ങനെയുള്ള കപടപോതക, അങ്ങനെയുള്ള ആ യുവതി എന്താ ചെയ്തത്? കപടപോതക, കപടമായിട്ട്, പോതം എന്ന് പറഞ്ഞാൽ ഒരു ശിശുവിൻ്റെ രൂപം, ഒരു ബാലകൻ്റെ രൂപം എടുത്തിരിക്കുന്ന, കപടമായിട്ട്, ഇതൊരു കാപട്യമാണ്, ഭഗവാന്റെ ഒരു മായാ വിശേഷമായിട്ട് ഭഗവാൻ എടുത്തിരിക്കുന്ന, കപടമായി എടുത്ത് അണിഞ്ഞിരിക്കുന്ന ഒരു രൂപം മാത്രമാണ് ആ ഉണ്ണിയുടെ രൂപം. അങ്ങനെയുള്ള ബാലകൻ്റെ അടുത്തേക്ക് തേ നികടം ഗത, തേ
അല്ലയോ ഭഗവാനെ, കപടബോധക ഇവിടെ വിളിച്ചിരിക്കുകയാണ്. എൻ്റെ ഭഗവാനെ, കള്ളത്തരത്തിലൂടെ ഇങ്ങനെ ഒരു വേഷം കെട്ടി അവിടെ കിടക്കുകയല്ലേ അവിടുന്ന്? അല്ലയോ ഉണ്ണി, അവിടുത്തെ അങ്ങയുടെ നികടം സമീപത്തേക്ക് ഗത എത്തിച്ചേർന്നുവല്ലോ, വന്നുവല്ലോ ആ യുവതി. ഇവിടെ രണ്ട് കപട രൂപങ്ങൾ തമ്മിലുള്ള ഒരു ചേർച്ചയും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ വരുന്ന ഈ യുവതിയും കപട രൂപമാണ്, ഈ ബാലവേഷത്തിൽ ഇവിടെ കിടക്കുന്നതും കപട രൂപമാണ്. അപ്പോൾ അങ്ങനെയുള്ള കപടബോധക, കപടമായിട്ട് ഒരു കാപട്യമണിഞ്ഞ ബാലവേഷം ധരിച്ചു കിടക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അടുത്തേക്ക് ദാ മറ്റൊരു കാപട്യം വരുന്നു. നല്ല സുന്ദരിയായ ഒരു യുവതി. ആ പൂക്കൾക്ക് വണ്ടുകളെ വല്ലാതെ ആകർഷിക്കുവാനുള്ള കഴിവുണ്ട്. ആ സുഗന്ധ പുഷ്പങ്ങൾക്ക് ചുറ്റും അതങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. അപ്പോൾ കറുത്തിരുണ്ട ആ കാർമുടിക്കെട്ടിന് ചുറ്റും വണ്ടുകളും പറക്കുന്നുണ്ട്. സർവാഭരണ വിഭൂഷിതയായിട്ട് അതിസുന്ദരിയായ മനോഹരമായ അംഗങ്ങളോട് കൂടിയ ഒരു യുവതി ദാ അങ്ങയുടെ അടുത്തേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു ഭഗവാനെ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അവസരേ ഖലു തത്ര ച കാചന വ്രജപതേ മധുരാകൃതിരംഗന തരളഷഡ്പദലാളിതകുന്തള കപടപോതകതേ നികടം ഗതാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മധുരാകൃതിരംഗന, അവിടെ മധുരാകൃതി അങ്കന ആണ്. അവിടെ രാ എന്ന അക്ഷരത്തിന് ആകാരം കൊടുക്കുക. ഒപ്പം അങ്കന ആണ്, ഗായാണ്. പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ കകാരം വരാറുണ്ട്, അങ്കന എന്ന് വരാറുണ്ട്. കായല്ല, ഗായാണ് വായിക്കുമ്പോൾ, അത് ശ്രദ്ധിക്കുക. പിന്നെ തരള ഷഡ്പദ ലാളിത കുന്തള, അത് ചേർത്ത് തന്നെ വായിക്കുക. ഇനി അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ അങ്ങനെ മായാശിശുരൂപിയായിട്ടുള്ള ഭഗവാന്റെ അടുത്തേക്ക് അടുത്തൊരു കപടവേഷം കെട്ടി അടുത്തൊരു കാപട്യത്തിൻ്റെ രൂപം ദൈത്തി ചേർന്നിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം 5-ാമത്തെ ശ്ലോകം. സപദി സാഹൃത ബാലകചേതന നിശിചരാൻവയജാകില പൂതന വ്രജവധൂഷ്വിഹ കേയമിതി ക്ഷണം വിമൃശതീഷു ഭവന്തമുപാദദേ. ഇപ്പോൾ അങ്ങനെ അവിടെ വന്ന സമയത്ത് നമുക്കറിയാം, ഗോകുലത്തിലേക്ക് വരുമ്പോൾ അവിടെ ഗോകുലത്തിൽ ധാരാളം മറ്റുള്ള ഗോപസ്ത്രീകളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഉണ്ണിയുമുണ്ട്, കപട ബാലക വേഷം ധരിച്ച് അവിടെ കിടക്കുന്ന നമ്മുടെ ഉണ്ണിയുമുണ്ട്. ഇനി അവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അതായത് അവരുടെ ഒരു കൂടിക്കാഴ്ച, രണ്ട് കപട രൂപങ്ങളുടെ കൂടിക്കാഴ്ചയാണ് ഇനി ഇവിടെ പറയുവാൻ പോകുന്നത്. സപദി സാ ഹൃതബാലക ചേതന. സപതി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദീർഘമുള്ളത് കൊണ്ട് തന്നെ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ആ കപട വേഷം കെട്ടി വന്നിരിക്കുന്ന ആ മായായുവതി ഹൃതബാലക ചേതന. ആരാണ് ആ യുവതി എന്നാണ് ഈ ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ് ലക്ഷ്യമെന്നും ആരാണെന്നും നമുക്ക് ആ ഒരൊറ്റ വാക്കിൽ പൂർണ്ണമായും മനസ്സിലാക്കി തരുന്നു. ഹൃത ബാലക ചേതന. ഹൃത ഹരിച്ച, ബാലക ചേതന, അനേകം കുട്ടികളുടെ ചേതനയെ, പ്രാണനെ അപഹരിച്ചിട്ടുള്ളവളാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതാരാണ് ഈ കഥാപാത്രം. ഉറപ്പാണ്, കംസൻ്റെ സഹായിയാണ്. അതിനാണ് ഇവിടെ എത്തിയിരിക്കുന്നതും. അപ്പോൾ ലക്ഷ്യവും ആരാണെന്നും ഒരൊറ്റ വാക്കിൽ തന്നെ നമുക്കവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വ്യക്തമാക്കി തരുന്നു. ഈ കപട രൂപത്തിൽ വന്നിരിക്കുന്നത് കംസന് വേണ്ടി
എന്തോ പ്രവൃത്തി ചെയ്യുവാനാണ്. എന്നാൽ ഏത് പ്രവൃത്തിയിലാണ് തൽപരം, എന്താണ് കർമ്മമേഖല എന്ന് ചോദിച്ചാൽ അനേകം ബാലകന്മാരുടെ ജീവനെ അപഹരിച്ചവളാണ് ഈ വന്നിരിക്കുന്നത്. കഴിഞ്ഞില്ല. നിശിചരാന്വയജ, അവിടെ കർമ്മമേഖലയെ ആദ്യം കാണിച്ചെങ്കിൽ അതിനെ ഒന്ന് ഉറപ്പിക്കുന്ന വിധത്തിൽ ആരാണെന്ന് ഒന്നുകൂടി വ്യക്തമാക്കാനാണ് ആ വാക്ക് പറഞ്ഞത്. നിശിചരാന്വയജ, രാക്ഷസ വംശത്തിൽ ജനിച്ചിട്ടുള്ളവളാണ്. അതായത് നിശിചരന്മാരെന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചരിക്കുന്നവരാണ്. അങ്ങനെയുള്ള അസുരവംശത്തിൽ ജനിച്ചവള് നിശിചരാന്വയജ, അങ്ങനെയുള്ളവളുമായ കില പൂതന, ആ പൂതനയാകട്ടെ. ഇവിടെ പൂതന എന്ന് പറഞ്ഞാൽ ന പൂത എന്ന് അർത്ഥം വ്യാഖ്യാനിക്കാറുണ്ട് ജ്ഞാനികൾ, ആചാര്യന്മാർ. പൂത എന്നാൽ പരിശുദ്ധമായിട്ടുള്ളത്, ന പൂത ഒട്ടും തന്നെയും പരിശുദ്ധയല്ലാത്തവള്, അങ്ങനെയുള്ള ആ പൂതന. വ്രജവധൂഷ്വിഹ, വ്രജവധൂഷു ഇഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വ്രജവധൂഷ്വിഹ. ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ വ്രജവധൂഷു, ആ ഗോപസ്ത്രീകൾ കേയമിതി കഹ അയം ഇതി, ക അയം ഇതി ആണ് കേയമിതി. കഹ എന്ന് പറഞ്ഞാൽ ആരാണ്, അയം ക ഇയം, ക്ഷമിക്കണം, കാ ഇയം ഇതിയാണ്. കാ എന്ന് പറഞ്ഞാൽ ഇവൾ ആരാണ്, ഇയം ഈ വന്നിരിക്കുന്ന ഇവൾ ഇതാരാണ്. ഇതി എന്ന ക്ഷണം, അതായത് ഇവരിങ്ങനെ ഈ ഗോപസ്ത്രീകളൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കേണ്ട ഇങ്ങനെ ഒരാളിനെ ഇവിടെ മുൻപ് കണ്ടിട്ടേയില്ല. ഇനിയും നന്ദഗോപരുടെ ആരെങ്കിലും ബന്ധുക്കളാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാകണ്ടേ, കണ്ടിട്ടില്ല. യശോദാമ്മയുടെ ബന്ധുക്കൾ ആരെങ്കിലും ആണെങ്കിലും ഇവിടെ മുൻപ് ഒരിക്കൽ പോലും വന്ന് കണ്ടിട്ടില്ലല്ലോ. ഇതാരാണ് ഇത്ര അതിസുന്ദരിയായിട്ടുള്ള, നിറയെ മുടി, കറുത്തിരുണ്ട മുടി, അതാകട്ടെ പൂക്കൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു, ധാരാളം ആഭരണങ്ങൾ ഇട്ടിരിക്കുന്നു, വില കൂടിയ ഉടയാട ധരിച്ചിരിക്കുന്നു. ആ പട്ടുചേലയ്ക്കുള്ളിൽ ഇത്ര അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്ന ഈ യുവതി ആരാണ് എന്ന് അവർ വളരെ അത്ഭുതപ്പെട്ട് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ക്ഷണം വളരെ പെട്ടെന്ന് തന്നെ വിമൃശതീഷു ഭവന്തമുപാദതേ. വിമൃശതീഷു എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന്, ഈ ഗോപസ്ത്രീകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഭവന്തമുപാദതേ, ഭവന്തം ഉപാദതേ, ഭവന്തം അല്ലയോ ഭഗവാനെ, അങ്ങയെ ഉപാദതേ കോരിയെടുത്തുവല്ലോ, വാരി അങ്ങോട്ട് എടുത്തു ആ ഉണ്ണിയെ. അങ്ങനെ ഒരു ഉണ്ണിയെ കണ്ടാൽ ആർക്കാണ് വാരിയെടുക്കുവാൻ തോന്നാത്തത്? എന്നിരുന്നാലും ഇവിടെ ഒരു കള്ളവേഷം കെട്ടി വന്ന യുവതി മറ്റൊരു കള്ളവേഷം കെട്ടിക്കിടക്കുന്ന ഭഗവാനെയാണ് വാരിയെടുത്തിരിക്കുന്നത്. ഒട്ടും അതിശയിക്കാനില്ല. കാരണം ഉണ്ണിയുടെ ആ രൂപവും കളിയും ചിരിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും വാരിയെടുത്തു പോകും. ആരെയും മയക്കുന്നതാണ് ആ രൂപം. ആ ഉണ്ണിയെ ഈ ഗോപസ്ത്രീകളെല്ലാം നോക്കി നിൽക്കുക. അവരാകെ അതിശയപ്പെട്ട് ഈ സ്ത്രീയെ ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ക്ഷണത്തിൽ തന്നെ അവരുടെ അതിശയകരമായ ഈ വിചാരങ്ങളിലൂടെ അവർ കടന്നു പോകുന്ന ആ ഒരു നിമിഷം കൊണ്ട് തന്നെ ആ ഉണ്ണിയെ ഈ സ്ത്രീ, ഈ യുവതി വാരി അങ്ങെടുത്തു. ഏതൊരു ഉണ്ണിയെയാണോ തേടി വന്നത്, ആ ഉണ്ണിയിൽ ആദ്യത്തെ സ്പർശന സുഖം അനുഭവിക്കുകയായിരുന്നു. ഒട്ടും പരിശുദ്ധയല്ലാത്ത പൂതന, പൂതയായിട്ടുള്ള ആ പൂതന ആ സ്പർശന സുഖം അനുഭവിക്കുവാൻ പക്ഷേ ഭാഗ്യമുള്ളവളായി തീർന്നു. അത്ര കാലവും
ഈ ഗോകുലത്തിലുള്ളവർ അനുഭവിച്ചിരുന്നത് ഏതൊരു സുഖമായിരുന്നുവോ. ആ ഉണ്ണിയെ വാരിയെടുത്താൽ താഴെ വയ്ക്കാൻ തോന്നാത്ത വിധത്തിൽ ഗോപസ്ത്രീകളുടെയൊക്കെ കൈകളിൽ ഒരു കൈകളിൽ നിന്നും മറ്റൊരു കൈകളിലേക്ക് അങ്ങനെ മാറി മാറി ചരിച്ചുകൊണ്ട് നടന്നിരുന്ന ആ ഉണ്ണിയെ ഇപ്പോൾ വാരിയെടുത്ത് ഗോപസ്ത്രീകൾ അനുഭവിച്ച ആനന്ദത്തെ അനുഭവിക്കുവാൻ പക്ഷേ പൂതനയ്ക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് ഭാഗ്യം സിദ്ധിച്ചു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സപതി സാഹൃത ബാലകചേതന നിശിചരാൻവയജാ കില പൂതന വ്രജവധൂഷ്വിഹ കേയമിതി ക്ഷണം വിമൃശതീഷു ഭവന്തമുപാദദേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വ്രജവധൂഷ്വിഹ, അവിടെ വ്രജവധൂഷു ഇഹ ആണ്. പദം പിരിക്കേണ്ട. ശ്വ എന്ന അക്ഷരം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. അതുപോലെ കേയമിതി, കാ ഇയം ഇതിയാണ്. കേയം ഇതി, മായുടെ ഇകാരം ശ്രദ്ധിക്കുക. അതുപോലെ ഭവന്തമുപാദദേ, ഭവന്തം ഉപാദദേ, അവിടെ മായുടെ ഉകാരം വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത നമുക്ക് 6ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.